നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് കേസുകളൊന്ന് ഒതുങ്ങി തുടങ്ങിയതോടെ സൗദിയിലെ പ്രവാസികൾക്ക് ഇളവുകളുടെ പെരുമഴയാണ്. കോവിഡ് വിശകലനവും റിപ്പോർട്ടും അടങ്ങുന്ന വാർത്താ സമ്മേളനം പോലും സൗദി ആരോഗ്യ മന്ത്രാലയം നിർത്തിയിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ അനുവദിച്ചിരിക്കുകയാണ് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം. ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ഏർപ്പെടുത്തിയിരുന്ന സാമൂഹിക അകലം ഒഴിവാക്കാൻ സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച നിർദ്ദേശം രാജ്യത്തെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന മന്ത്രാലയത്തിന് കീഴിലുള്ള വകുപ്പുകൾക്ക് നൽകിക്കഴിഞ്ഞതായി മന്ത്രാലയം അറിയിച്ചു. പഠന സമയങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളുടെ സമയങ്ങളിലും വിദ്യാർത്ഥികൾക്കിടയിൽ സാമൂഹിക അകലം പാലിക്കുന്നത് നിർബന്ധമല്ലെന്ന് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം വിദ്യാർത്ഥികളെ വിവിധ സംഘങ്ങളാക്കി തിരിച്ചുകൊണ്ട് ക്ലാസുകളിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്ന രീതിയും ഒഴിവാക്കാൻ തീരുമാനിച്ചു. വിദ്യാലയങ്ങളിൽ 3-ാം സെമസ്റ്റർ ആരംഭിക്കുന്നത് മുതൽ ഈ തീരുമാനം നടപ്പിലാക്കുമെന്ന് അധികൃതർ വിശദമാക്കി. അങ്ങനെ സൗദിയിലെ ഇളവുകളുടെ കാര്യം പരിശോധിച്ചാൽ ഇങ്ങ് വിദ്യാഭ്യാസ മേഖലയിലേക്കും കടന്നിരിക്കുകയാണ്. ഇനി പരിമിതമായ ചില നിയന്ത്രണങ്ങൾ മാത്രമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതും വരും ദിനങ്ങളിൽ അപ്പാടെ എടുത്തു കളയുമോ എന്ന് കണ്ടുതന്നെ അറിയണം. അതോടൊപ്പം തന്നെ സൗദിയിലെ കോവിഡ് കേസുകളുടെ പ്രതിദിന കണക്ക് പുറത്തുവിടുന്നതും നിർത്തിയ പശ്ചാത്തലത്തിൽ വിദഗ്ധർക്കും മറ്റും കോവിഡ് കണക്കുകൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണ്. കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റു പല വഴികളിലൂടെയും കൈമാറും. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കും വിവരങ്ങൾ കൈമാറുന്നവർക്കും സമൂഹത്തെ ബോധവൽക്കരിക്കുന്നവർക്കും സൗദി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ അലി നന്ദി പറയുകയുണ്ടായി. സൗദിയിൽ കോവിഡ് അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലേക്ക് വരുന്ന വിദേശികളുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് പരിശോധിക്കില്ലെന്നും ക്വാറന്റൈൻ ബുക്കിംഗ് ഇല്ലാതെ രാജ്യത്തേക്ക് പ്രവേശനാനുമതി നൽകുമെന്നും ആഭ്യന്തര മന്ത്രാലയം വക്താവ് മേജർ തലാൽ അൽ ഷൽഹൂബ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഉംറ സന്ദർശക ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർ കോവിഡ് പാക്കേജ് ഇൻഷുറൻസ് എടുത്തിരിക്കേണ്ടതാണ്. സൗദിയിൽ താമസിക്കുന്ന സമയത്ത് ഇവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാണ്. പുതുക്കുമ്പോഴും രാജ്യത്തിന് പുറത്തുപോയി തിരിച്ച് എത്തുമ്പോഴും ഇൻഷുറൻസ് വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദിയിൽ ക്വാറന്റൈനും PCR ഉൾപ്പെടെ എല്ലാ കോവിഡ് നിബന്ധനകളും പിൻവലിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.